ഇതിൻ്റെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ്. ആദ്യമായിട്ട് വോയിസ് ഓവർ കൊടുക്കുന്നതും ഇതിന് തന്നെയാണ് കേട്ടോ. ഇതുപോലെ ബുക്കിനുള്ളിൽ ചോക്ലേറ്റ് റാപ്പേഴ്സ് സൂക്ഷിക്കണ ശീലം നിങ്ങൾക്കുണ്ടോ? എനിക്കുണ്ട് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഇത് വെച്ചിട്ടൊരു റിങ് ഉണ്ടാക്കിയാലോ എന്ന്. എൻ്റെ കയ്യിലുള്ളത് ഫെറേറോ റോഷയുടെ റാപ്പേഴ്സാണ്. അപ്പോൾ ഞാനിതിനെ കട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. ഞാനിത് അളന്നാണ് മുറിച്ചെടുക്കുന്നത് കേട്ടോ. ഒരു ഫ്ലവർ അറ്റത്തുള്ള ഒരു റിങ് ഉണ്ടാക്കാനാണ് എൻ്റെ പ്ലാൻ. അതുകൊണ്ട് ഇതിൻ്റെ ഓരോ ഭാഗത്തിനും വേണ്ട വീതിക്കനുസരിച്ചാണ് ഞാൻ ഇതിനെ കട്ട് ചെയ്തെടുത്തത്. ഞാൻ 3 സെൻറ്റിമീറ്റർ 2 സെൻറ്റിമീറ്റർ 2 സെൻറ്റിമീറ്റർ വീതിയിലാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതാണ് കട്ട് ചെയ്തെടുത്ത പീസസ്. ഇനി മോതിരത്തിൻ്റെ ഫ്രെയിമിന് ഫ്ലെക്സിബിളായൊരു മെറ്റീരിയൽ വേണം. മാസ്കിൻ്റെ അറ്റത്തുള്ള ഒരു പ്ലാസ്റ്റിക് മെറ്റീരിയൽ ഉണ്ടല്ലോ, അത് ഫ്ലെക്സിബിളാണ്. അതിതുപോലെ കട്ട് ചെയ്ത് പുറത്തെടുത്തു. അതിൻ്റെ അറ്റവും ഇതുപോലെ ഷാർപ്പായിട്ട് കട്ട് ചെയ്ത് എടുത്തു. ഇനി ഇതിൻ്റെ അറ്റം ചെറിയ ഒരു ഫോയിൽ വെച്ച് ചുറ്റി കൊടുക്കുകയാണ്. ടൈറ്റായി ചുറ്റണം, പക്ഷേ മുറിഞ്ഞു പോകാതെ സൂക്ഷിക്കുകയും വേണം. ഇനി ഇതിൻ്റെ അറ്റം ഇതുപോലെ ഭംഗിയാക്കാനായിട്ട് 2 സൈഡിലേക്കും മടക്കി കൊടുക്കുന്നുണ്ട്. റിങ്ങിൻ്റെ ഒരറ്റത്തിന് നല്ല ഭംഗി വരാനായിട്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത പീസ് എടുത്ത് അതിന് 2 വശവും ഉള്ളിലേക്ക് മടക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ കുറച്ചുകൂടി തിക്കായിട്ട് കിട്ടും. ഇനി ഇത് ഈ സ്റ്റിക്കിൽ ചുറ്റി കൊടുക്കണം. ഇതിൻ്റെ അറ്റത്തൊരു ട്രാൻസ്പെറൻറ്റ് ടേപ്പ് വെച്ചിട്ടാണ് ഞാൻ ചുറ്റി കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ചുറ്റുന്നതിനിടയിൽ വീണു പോവുകയുമില്ല. ടൈറ്റായിട്ട് പൊട്ടിപ്പോവാതെ ഈവനായിട്ട് വേണം ചുറ്റാൻ. എന്നാലാണ് ആ ഭംഗി നമുക്ക് കിട്ടുകയുള്ളൂ. അങ്ങനെ ഇത് ഈ സ്റ്റിക്കിൻ്റെ അറ്റം വരെ ചുറ്റിയെടുക്കണം. അങ്ങനെ ചുറ്റിയെടുത്ത് നമ്മുടെ ഗോൾഡൻ സ്റ്റിക്ക് തയ്യാർ. ഇനി വീതി കൂടിയ ഫോയിൽ എടുക്കുന്നു. അതിൻ്റെ 2 വശവും ഉള്ളിലേക്ക് മടക്കി കൊടുക്കുന്നു. ഇത് വെച്ചിട്ടാണ് ഇനി നമ്മൾ റിങ്ങിലുള്ള ഫ്ലവർ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. ഇനി ഈ പീസ് സ്റ്റിക്കിൻ്റെ മറ്റേ അറ്റത്തായിട്ട് ചുറ്റാനായി പോവുകയാണ്. ആദ്യം അറ്റത്ത് ഞാൻ ട്രാൻസ്പെറൻറ്റ് ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മെല്ലെ ചുറ്റിയെടുക്കുന്നുണ്ട്. ഇനി ഫ്ലവറിൻ്റെ ഇതളുകൾക്ക് വേണ്ടിയിട്ട് ഈ റാപ്പർ പേപ്പർ ഞാൻ താഴേക്ക് മടക്കി കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഇഷ്ടാനുസരണം എങ്ങനെ വേണമെങ്കിലും ചുറ്റാം. പക്ഷേ പേപ്പർ കുറച്ച് ഡെലിക്കേറ്റ് ആയതുകൊണ്ട് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ച് വേണം മടക്കാനും. പക്ഷേ എന്നാൽ നമുക്ക് ടൈറ്റായി ചുറ്റുകയും വേണം. അങ്ങനെ മടക്കി എടുത്തിട്ട് ഒരു ഫ്ലവറിൻ്റെ രൂപത്തിലൊക്കെ ആയി വന്നിട്ടുണ്ട്. ഇതാണ് ഞാൻ ഉണ്ടാക്കിയ ഫ്ലവർ. ഇനി ഇതിനെ വളച്ച് നമുക്ക് റിങ് ആക്കണം. ഞാനപ്പോൾ അതിനെ മെല്ലെ വളച്ച് കൊടുക്കുന്നുണ്ട്. ഇതാണ് ഫൈനൽ ലുക്ക്. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റിങ്ങാണ്. ഇനിയിപ്പോൾ നിങ്ങൾ ചോക്ലേറ്റൊക്കെ കഴിച്ചിട്ട് എൻ്റെ റാപ്പേഴ്സ് കളയുന്നതിന് പകരം ഇതുപോലെ ഭംഗിയുള്ള ഒരു ഫ്ലവർ ഉണ്ടാക്കി നോക്കിയാലോ. എന്നിട്ട് ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാം, അവരെ ഹാപ്പി ആക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.